ഉണ്ണി ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേറോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. പേറോളിനകത്ത് വരുന്ന എംപ്ലോയീസ്, എംപ്ലോയി കാറ്റഗറി, എംപ്ലോയി ഗ്രൂപ്പ്, യൂണിറ്റ് ഇവയൊക്കെ എന്താണെന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേറോൾ അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓരോ കമ്പനിയിലും അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പേറോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കമ്പനിയിലും ഓരോ പേറോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണ് ആ ഒരു കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിനും പേയ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഈ എംപ്ലോയിയുടെ സാലറി പേയ്മെന്റിനകത്ത് ബേസിക് സാലറി വരാം, അതുപോലെ തന്നെ ബോണസ് വരാം, ഓവർ ടൈം വരാം, അതുപോലെ PF, ESI, ഇങ്ങനെ കുറെ ടേംസുകളുണ്ട്. ഇതൊക്കെ ആ ഒരു സാലറിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓരോ എംപ്ലോയീസിനും അവരുടെ ഡെസിഗ്നേഷൻ അനുസരിച്ചിട്ട് അവരുടെ സാലറിയും മാറുന്നതായിരിക്കും. അതിനനുസരിച്ച് ഈ സാലറി പേറോൾ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് സാലറി പ്രോസസ് ചെയ്യും. പേറോള് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കമ്പനി ഫീച്ചേഴ്സിനകത്ത് പേറോള് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് F11 പ്രസ് ചെയ്യാം. ഇതിനകത്ത് പേറോൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഷോ ഓൾ ഫീച്ചേഴ്സിൻ്റെ അവിടെ യെസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ പേറോൾ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് മെയിൻറ്റെയിൻ പേറോൾ പറഞ്ഞ ഓപ്ഷന് യെസ് ആക്കി കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് പേറോൾ സ്റ്റാറ്റ്യൂട്ടറി, പേറോളിനകത്ത് വരുന്ന ടാക്സ് ആണ് അത് വരുന്നത്. അപ്പോൾ അതും വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കമ്പനി കോഡ്, കമ്പനി അക്കൗണ്ട്, ഗ്രൂപ്പ് കോഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പെൻഷൻ സ്കീം, ഇൻകം ടാക്സ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് സേവ് ചെയ്യാം. ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പേറോളിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പേറോളിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ക്രിയേറ്റിനകത്ത് പോവാം. ഇതിനകത്ത് പേറോൾ മാസ്റ്റേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് എംപ്ലോയി കാറ്റഗറിയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കോസ്റ്റ് കാറ്റഗറി പഠിച്ചു, അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് എംപ്ലോയി കാറ്റഗറി. അതായത് ഒരു കമ്പനി പറയുമ്പോൾ അതിന് പല ബ്രാഞ്ചസ് ഉണ്ടാവും. മെയിൻ ഓഫീസ് ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ബ്രാഞ്ച് ഓഫീസുകൾ 2-3 ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ബ്രാഞ്ചിലും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്രാഞ്ചുകളിനെയാണ് നമ്മൾ എംപ്ലോയി കാറ്റഗറിയിലോട്ട് ഇടുന്നത്. എംപ്ലോയി ഗ്രൂപ്പിലോട്ടാണ് ആ ഓരോ ബ്രാഞ്ചിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഇടുന്നത്. പിന്നെ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയി അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എംപ്ലോയി കാറ്റഗറിനകത്ത് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ എംപ്ലോയി കാറ്റഗറി ക്രിയേഷൻ പേജ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം മെയിൻ ഓഫീസ് എന്ന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഓഫീസ് എന്ന് കൊടുക്കാം. ഹെഡ് ഓഫീസ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുക്കാം. അപ്പോൾ ഹെഡ് ഓഫീസ് അവിടെ സെലക്റ്റഡ് ആയി. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ബ്രാഞ്ച് ഓഫീസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ടോ അത് പേര് കൊടുക്കുക. പാലക്കാട് ബ്രാഞ്ചിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെ പേര് കൊടുക്കാം. അതായത് കമ്പനിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 കാറ്റഗറിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി കാറ്റഗറി ലിസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഓൾട്ടറിൽ പോവാം, എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എംപ്ലോയി കാറ്റഗറി ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഹെഡ് ഓഫീസ്, അതുപോലെ ബ്രാഞ്ച് ഓഫീസും ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഓൾട്ടർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയി. അപ്പോൾ നമ്മൾ ക്രിയേറ്റിൽ പോവാം. ക്രിയേറ്റിൽ എംപ്ലോയി ഗ്രൂപ്പ്. ഇപ്പോൾ എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഏത് കാറ്റഗറീൻ്റെ അണ്ടറിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നെയിം വന്നിട്ട് ആ ഒരു ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലുള്ള ഗ്രൂപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ HR ഡിപ്പാർട്ട്മെന്റ് നോക്കാം.
എൻ്റർ ചെയ്യാം. അണ്ടർ പറയുന്നത് നമ്മൾ പ്രൈമറി തന്നെ സെറ്റ് ചെയ്യാം. ഡിഫൈൻ സാലറി, ഇവിടെ നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യുന്നത് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഓരോ എംപ്ലോയിക്കാണ് നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നോ കൊടുത്താൽ മതി. പിന്നെ ഹെഡ് ഓഫീസിൽ തന്നെ നമുക്ക് ഏതെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രാഞ്ച് ഓഫീസ് എടുക്കാം. ഇവിടെ നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ആ ബ്രാഞ്ചസിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നത് എംപ്ലോയി ആണ്. അതായത് ഓരോ എംപ്ലോയിനെ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ കമ്പനിയിനകത്ത് എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ എംപ്ലോയീസിനെയൊക്കെ ഈ എംപ്ലോയി വരുന്ന പേറോൾ മാസ്റ്ററിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ എംപ്ലോയി ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ഞാൻ കാറ്റഗറി ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാറ്റഗറി ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഹെഡ് ഓഫീസിലുള്ള എംപ്ലോയിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഇപ്പം ഏതെങ്കിലും പേര് കൊടുക്കാം. അണ്ടർ പറയുന്നത് ഹെഡ് ഓഫീസിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് ഇത് വരുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ അണ്ടറിൽ നമ്മൾ കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കാം. പിന്നെ ഇവിടെ ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. അത് കുറച്ച് പറയാനുണ്ട്. പിന്നെ വന്നിട്ട് എംപ്ലോയി നമ്പർ എത്രയാണെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവരുടെ ഡെസിഗ്നേഷൻ, ഫംഗ്ഷൻ, ലൊക്കേഷൻ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ഫാദർ അൽ മദേഴ്സ് നെയിം, ഫിയാൻസി നെയിം, അഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ വരുന്നത് ആ ഒരു എംപ്ലോയിയുടെ സാലറി ബാങ്കിലോട്ട് ഇടണമെങ്കിൽ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് നമ്പർ, അതുപോലെ IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അതിനനുസരിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫേക്ക് ആയിട്ടൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, IFSC കോഡ് അതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ IFSC കോഡ് തെറ്റാണ്, എന്നാലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് പോവാം. ഇപ്പോൾ ബാങ്ക് നെയിം വന്നിട്ട് ഇപ്പോൾ നമ്മൾ ബാങ്ക് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ന്യൂ ബാങ്ക് വന്നിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബാങ്ക് നെയിം പിന്നെ SBI ബാങ്ക് എന്ന് കൊടുക്കുന്നുണ്ട്. ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ടെൻഡർ അടിക്കാം. ഇനി ഇവിടെ വന്നിട്ട് ചെക്കായിട്ടാണോ, ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണോ, അല്ലെങ്കിൽ അതർ വേ ആണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെക്കായിട്ടാണെങ്കിൽ ചെക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ ക്രോസ് യൂസിങ് അക്കൗണ്ട് പേ എന്ന് വരും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ അപ്ലിക്കബിൾ ടാക്സ്, അത് നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അതുപോലെ പാൻ നമ്പർ, ആധാർ നമ്പർ, UAN നമ്പർ, PF അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താലാണ് അരുൺ പറഞ്ഞ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നത്. സേവ് ചെയ്യാം. നെക്സ്റ്റ് വേണമെങ്കിൽ വേറൊരാളുടെ പേരും കൂടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹെഡ് ഓഫീസ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ടും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഓരോന്നായിട്ടാണ് ക്രിയേറ്റ് ചെയ്താണ് നോക്കുന്നത്. മിഥുൻ കൊടുത്തു. അപ്പോൾ ഇവിടെ അണ്ടർ ഗ്രൂപ്പ് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ കൊടുത്ത പോലെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെങ്കിലും ചെയ്യാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓൾട്ടറിൽ പോവാം, എംപ്ലോയിന്ന് എടുക്കാം. അതുപോലെ ആരാണോ നമ്മുടെ ഓൾട്ടർ ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്യാം. ഇത് ഓൾട്ടറേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നത് യൂണിറ്റ് ആണ്. അപ്പോൾ
അപ്പം നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൽ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെയും 2 ടൈപ്പിൽ നമുക്ക് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് സിമ്പിളും മറ്റേത് കോമ്പൗണ്ടും. അപ്പോൾ സിമ്പിൾ വരുന്നത്, ഇപ്പോൾ ഇത് വന്നിട്ടൊരു സാലറി പേയ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് kg ലിറ്റർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ സാലറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു എംപ്ലോയി എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര മിനിറ്റ് വർക്ക് ചെയ്തു, അങ്ങനത്തെ യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഹവേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർമൽ നെയിം വന്നിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക, ഹവേഴ്സ് കൊടുക്കുക. ഇപ്പോൾ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡിനകത്ത് ഹവേഴ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഹവേഴ്സ് ഇല്ല, അപ്പോൾ നോട്ട് അപ്ലിക്കബിൾ കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സേവ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മിനിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം കൊടുക്കാം, എൻ്റർ അടിക്കാം. പിന്നെ ഇതിനകത്ത് മിനിറ്റ് ഉണ്ടാകുന്ന നോക്കാം, മിനിറ്റ് ഇല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം, എൻ്റർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കോമ്പൗണ്ടും യൂസ് ചെയ്യാം. കോമ്പൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ്, അപ്പോൾ ഒരു 60 മിനിറ്റ് പറയുന്നത് 1 ഹവർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹവേഴ്സ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ 60 കൊടുക്കുക. എന്നിട്ട് ഇവിടെ മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് ക്രിയേഷൻ പേജ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിനകത്താണ് ആബ്സെന്റ്, പ്രസന്റ്, ഓവർ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രസന്റ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. അണ്ടർ പറയുന്നത് പ്രൈമറി തന്നെ സെറ്റ് ചെയ്യാം. അറ്റൻഡൻസ് ടൈപ്പിൽ നമുക്ക് 4 ഓപ്ഷൻ വരും. അതായത് അറ്റൻഡൻസ്, ലീവ് വിത്ത് പേ, ലീവ് വിത്തൗട്ട് പേ, പ്രൊഡക്ഷൻ, യൂസർ ഡിഫൈൻഡ് കലണ്ടർ ടൈപ്പ്. അപ്പോൾ അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ പറഞ്ഞാൽ നമ്മൾ വരുന്ന ദിവസങ്ങളിലുള്ള അറ്റൻഡൻസിന് അനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് ആണ്. അതിൽ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ടൈപ്പാണത്. പിന്നെ വരുന്നത് ലീവ് വിത്തൗട്ട് പേ. ഇപ്പോൾ നമ്മൾ ലീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടില്ല. പിന്നെ വരുന്നത് പ്രൊഡക്ഷനാണ്. അതായത് നമ്മളുടെ പ്രൊഡക്ഷന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പേയ്മെന്റ് കിട്ടുന്നത്. പിന്നെ വരുന്നത് യൂസർ ഡിഫൈൻഡ് കലണ്ടർ ടൈപ്പാണ്. അതായത് എംപ്ലോയർ നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പ്രസന്റ് ആണ് കൊടുക്കുന്നത്. പ്രസന്റ് പറയുന്നത് ഈ 4 ഗ്രൂപ്പിൽ ഏതായിരിക്കും വരാൻ നോക്കാം. അപ്പോൾ അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേയിലാണ് പ്രസന്റ് വരുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പീരീഡ് ടൈപ്പ് ഡേയ്സ് കൊടുക്കാം. യെസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആബ്സെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആബ്സെന്റ് വന്നിട്ട് അറ്റൻഡൻസ് ടൈപ്പ് പറയുന്നത് ലീവ് വിത്തൗട്ട് പേ ആണ്. അപ്പം അതും ഡേയ്സിലാണ് പീരീഡ് ടൈപ്പ് വരുന്നത്. സേവ് ചെയ്യാം. പിന്നെ വരുന്നത് ഓവർ ടൈം ആണ്. ഇപ്പോൾ ഓവർ ടൈം പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രൊഡക്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ ഇഷ്ടപ്രകാരമാണോ എത്ര ഓവർ ടൈം കൊടുക്കുന്നത് ഒരു എംപ്ലോയർ തന്നെ ഇതിനകത്ത് തീരുമാനിക്കുകയാണെങ്കിൽ അത് യൂസർ ഡിഫൈൻഡ് കലണ്ടർ ടൈപ്പിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ കൊടുക്കാം. പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ടൈം പറയുന്നത് എത്ര മണിക്കൂർ, അപ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞാലാണ് അതിന് ഓവർ ടൈം ആയിട്ട് എടുക്കുന്നത്, അത് നമ്മളിവിടെ കൊടുക്കണം. അപ്പം ഞാനിവിടെ കോമ്പൗണ്ട് യൂണിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പിനകത്ത് വരുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിനകത്ത് പോവാം. നമ്മുടെ പേ അല്ല അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വരും. ഇതിനകത്ത് ഏതാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓൾട്ടറേഷനൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലും അത് ഡിലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊക്കെ എങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, മൾട്ടിപ്പിൾ ലെഡ്ജർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് സ്റ്റോക്ക് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ എംപ്ലോയി കാറ്റഗറി, എംപ്ലോയി ഗ്രൂപ്പ്, അതുപോലെ എംപ്ലോയി യൂണിറ്റ് ഒക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോവാം. ഇവിടെ പേറോളിൻ്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ കാണുന്നതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എംപ്ലോയി സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയണം.
അപ്പോൾ ഇതിനകത്ത് മൾട്ടി മാസ്റ്റർ സെലക്ട് ചെയ്യുക, മൾട്ടി ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അണ്ടർ എംപ്ലോയി ഗ്രൂപ്പ് പറയുന്നത് ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. ഇവിടെ പ്രൈമറി ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് ഹെഡ് ഓഫീസിനെ സെലക്ട് ചെയ്യാം. എംപ്ലോയി നെയിം വന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കാം. അനുനിത എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. അപ്പോൾ ഇത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ടാക്സ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പാൻ കാർഡ് നമ്പർ കൊടുക്കാം. ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. പിന്നെ അടുത്ത ആൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രാഞ്ച് ഓഫീസിൻ്റെ ആണെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പേര് കൊടുക്കാം. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എത്ര എംപ്ലോയീസിനെ വേണമെങ്കിലും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സിംഗിൾ എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുന്ന പകരം നമുക്കിവിടെ മൾട്ടി മാസ്റ്റർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ യൂണിറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് പേറോൾ എന്താണെന്നാണ്. അതിനുശേഷം ഒരു എംപ്ലോയി കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എംപ്ലോയി ഗ്രൂപ്പ് എങ്ങനെ ആ ഒരു എംപ്ലോയി കാറ്റഗറിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ സിംഗിൾ എംപ്ലോയീസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ മാസ്റ്റർ, അത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ മൾട്ടിപ്പിൾ എംപ്ലോയീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇതിനകത്ത് നമ്മൾ പഠിച്ചു. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.